ഈ ഇന്നത്തെ ന്യൂ ജനറേഷനിൽ വളരുന്ന കുട്ടികള് എല്ലാവരും അനുഭവിക്കുന്ന രക്ഷിതാക്കളും മാതാപിതാക്കളും അനുഭവിക്കുന്ന മക്കളെ കൊണ്ട് ഒരുപാട് അനുഭവിക്കുന്നവരുണ്ട്. ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന മക്കള് നന്നാവണം എന്നാണ്. ഈ കണ്ണൂർ സീനത്ത് എന്നറിയപ്പെടുന്നതിൽ എനിക്കിഷ്ടം സുനൈബിന്റെ ഉമ്മ എന്നറിയപ്പെടുന്ന എന്റെ മകന്റെ ഉമ്മ എന്ന. കാരണം എന്തറിയോ, എന്റെ നാട്ടിൽ പാപ്പിനിശ്ശേരി വളപട്ടണം ആ ഇതില്ലേ എന്റെ മോനിക്ക് അങ്ങനെ കൂടുതലായിട്ടൊരു പുറലോകം ഗൾഫിലൊക്കെ പോയെങ്കിലും പക്ഷെ എന്റെ നാട്ടിലുള്ളവരുടെ ഇടയിൽ എന്റെ മോനിക്കുള്ളൊരു പേരൊരു ഇമേജ് ഉണ്ട്. കാരണം ഇത്രയും വയസ്സായി ഇതുവരെ എന്റെ മോനെ കൊണ്ട് തമാശക്ക് പോലും ഒരാളും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല, ഒന്നും. അങ്ങനെയുള്ള മക്കളെ കിട്ടണമെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ ഒരാളും ആഗ്രഹിക്കുന്നില്ല മക്കള് മോശത്തരത്തിലേക്ക് പോണോന്ന്. പക്ഷെ സാഹചര്യം മക്കളെ പിന്നെ അവര് ചിന്തിച്ചിട്ട് നന്നാവണം. ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിച്ചിട്ട് നന്നാവണം അതിൽ. പക്ഷെ എന്റെ മക്കളാണ് എന്റെ ഏറ്റവും വലിയ എന്റെ ഭാഗ്യം. പിന്നെ എന്റെ 9 പേരക്കുട്ടികള്, എന്റെ മോൾക്ക് 6 പെൺകുട്ടികൾ, മോനിക്ക് 3 പെൺകുട്ടികള്. പെൺകുട്ടികളോ? എല്ലാരും പെൺകുട്ടികളാ. 9 പേരക്കുട്ടി പെൺകുട്ടികളാ. എന്റെ വീട്ടിൽ വന്ന അംഗൻവാടിയാ. ഇത് രസം. എനിക്ക് തോന്നുന്നു ശരിക്കും 9 പേരക്കുട്ടികളുടെ ഉമ്മമാന്നൊന്നും പറയില്ല. നിങ്ങളെ കണ്ടാലേ പറയിപ്പിക്കൂലല്ലോ. 2 കാര്യം പേടിയുള്ളൂ, ഒന്ന് വയസ്സാകുന്നത്, ഒന്ന് വെക്കുന്നത്. 2 സംഭവിക്കുന്ന കാര്യങ്ങളാ ഇത്. 2 സംഭവിക്കും. ഞാൻ ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് തോന്നി 9 പേരമക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ വളരെ നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടാവണം. 13 വയസ്സില്. അത് എന്തിനാ കഴിച്ചെന്നറിയോ, ഈ 14 വയസ്സ് വരെ എന്നെ വെച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. എവിടെ പോകും? ആരും കൊളിച്ചോടിപ്പിച്ചോ. അത് അവര് നേരത്തെ നല്ല മതിപ്പാണ് പറ്റിട്ടല്ലേ. അതെന്താ അങ്ങനെ പറയണെങ്കിൽ ആയിരിക്കും. അല്ലെങ്കിൽ ചോദിക്കട്ടെ, അപ്പൊ അങ്ങനെ ഒരു പേടി ഉണ്ടാവണമെങ്കിൽ 13 വയസ്സേ ഉള്ളൂ, 14 വയസ്സ്. അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, ഒന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ തോന്നണമെങ്കിൽ ആ സമയത്ത് സ്നേഹം ഉണ്ടെന്നാ നമ്മൾ എന്ത് പ്രണയം ഉണ്ടായിട്ടുണ്ട്? 5ാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റിയ പ്രണയം ഉണ്ടെന്നറിയോ? വലിയൊരു പണക്കാരന്റെ മോനെ പ്രേമിച്ചിരുന്നത് പഠിക്കുമ്പോ അമ്മ അന്നേരം സമയത്തായിട്ടാണ്, എനിക്ക് ഓർമ്മയില്ല. പ്രണയം ഉണ്ടായിരുന്നു. കത്തുന്ന എഴുതാനൊന്നും അറിയില്ല. എനിക്കൊരു കഷ്ടം കടലാസ് ഇങ്ങനെ ഇട്ട് എല്ലാ പിള്ളേർക്കും ഉണ്ട്. അമ്മ ഇങ്ങനെ കടലാസ് ഇട്ടു. എന്നിട്ട് ഇത് വായിക്കാനൊന്നും എനിക്കറിയില്ല. എന്റെ കൂടെയുള്ള ചെക്കപ്പടിനോട് ഒന്ന് ഇത് വായിക്കാറിയോ, എനിക്കിത് എന്താണ് അതിന്റെ ഇതെന്ന്. അപ്പൊ ഇട്ടോ അവരെന്നെ മറുപടി ചെയ്തു. അവരെന്നെ ഇട്ടു. വായിക്കറിയാ. അവര് പറഞ്ഞു കേട്ടോ. പക്ഷെ നല്ല ആൾക്കാരാണ്. പക്ഷെ അവര് വലിയ പൈസക്കാരാണ്. ഇല്ല, എന്റെ ഒരു പ്രായം എത്തുന്നേരെ കാത്തു നിൽക്കും എന്നുള്ളൊരിത് തമ്മിലാണ്. അവര് കോടാൻ കോടീശ്വരന്മാർ. ആളെ ഞാൻ പറയുന്നില്ല, കാത്തു നിൽക്കുന്നു പറഞ്ഞിരുന്നു. 8ാം ക്ലാസ്സാണ്. 5ാം ക്ലാസ് ഒരു വൈബിന് വേണ്ടി പറഞ്ഞല്ലേ. 8ാം ക്ലാസ് 5 എന്ന് പറഞ്ഞാലല്ലേ ഒന്നും കൂടി. 8ാം ക്ലാസ്സാണ്. അതിനോട് കൂടി എന്റെ പഠിപ്പ് തന്നെ നിർത്തുപോ. അതായത് വീട്ടിലറിഞ്ഞു, ഞാൻ അടിച്ചു. വീട്ടിലറിഞ്ഞാൽ ഒന്നുമില്ല, അവരോട് മിഠായി വാങ്ങി തിന്ന, ഐസ് വാങ്ങി തിന്നല്. പൈസക്കാരനാണല്ലോ. അല്ല, എല്ലാരും തിന്നില്ല, ഞാൻ മാത്രമൊന്നല്ല. 5 ചങ്ങന്മാർ എല്ലാരും തിന്നു. എന്റെ പേര് അവരൊക്കെ തിന്നലാണ്.